ആദ്യമായിട്ട് പറയട്ടെ, ആദ്യമേ പറയട്ടെ, നമ്മുടെ ഈ ഒരു ബാച്ച് ഇതൊരു ക്വിക്ക് സെഷൻ ആയിരിക്കും, പെട്ടെന്ന് തീരും. ഇൻട്രൊഡക്ഷൻ ആണ്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മാത്രം പറയുന്ന ഒരു 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 ക്ലാസ്സാണിത്. നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് ഈ ക്ലാസ്സിന് നിങ്ങൾക്ക് ശരിക്കും ഉപകാരം ഉണ്ടാവുക എന്നുള്ളത് മാത്രം പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പെട്ടെന്ന് പറയാം. നമ്മളെ ശരിക്കും ഈ ഒരു 2 മാസത്തെ ഈ ഒരു കോഴ്സ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതും ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതൊക്കെ ശരിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് മനസ്സിലാവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അവർ തീരെ അറിയാത്തവരായിരിക്കില്ല, തീരെ അറിയാത്ത ആളുകളുണ്ട്, അല്ലാതെ കുറച്ചറിയുന്ന ആളുകളുണ്ട്, നമുക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും അറിയുന്ന ഒരാളുകളുണ്ടാവുമല്ലോ, റൈറ്റ്? അവർക്ക് നമ്മളെ ക്ലാസ് ശരിക്കും എന്ത് ചെയ്യുള്ളൂ, ഉപകാരപ്പെടുള്ളൂ. കാരണം ഞാൻ ആ രീതിയിലാണ് ഇത് സ്ട്രക്ചർ ചെയ്തിട്ടില്ലേ. ഞാൻ അതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, നിങ്ങൾക്ക് കുറേ അറിയണമെന്നല്ല, റൈറ്റ്? നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നറിയില്ലെങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടാകും, റൈറ്റ്? ഇപ്പോൾ അതല്ലെങ്കിൽ ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്നറിയില്ലെങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടാകും. അത്രയും അറിയാത്ത ഒരാളൊക്കെ ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സൊക്കെ മുൻകൂട്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ തന്നത് അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ. ഇനി നിങ്ങൾക്ക് 2 ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഏകദേശം ഒരു ധാരണ വരും നിങ്ങൾക്ക്, ഓക്കെ എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്, റൈറ്റ്? അപ്പോൾ എന്ത് ചെയ്യാന്നറിയോ, ചില ആളുകളുണ്ടാവും, പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്താണെങ്കിലും എന്നോട് ഒന്ന് പറയണം, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക്, ഓക്കെ, ആ ഒരു കാര്യം മുൻകൂട്ടി പറയണം. ഇനി വേറൊരു കാര്യം, എത്ര ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിലും ശരി, ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിലാണെങ്കിലും ശരി, നല്ല ബുദ്ധിമുട്ടുള്ള ഒരാൾ ഞാൻ അതുകൊണ്ടാണ് ഇത് മുൻകൂട്ടി പറഞ്ഞത്, ഓക്കെ, നല്ല ബുദ്ധിമുട്ടുള്ള ആളാണ്, അവർ വേറൊരു പ്രത്യേകത ഉണ്ട്, അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല മാറ്റം വന്നു. പക്ഷേ നമ്മൾ സാധാരണ കുട്ടികളെത്തുന്ന ആ ഒരു റേഞ്ചിലേക്ക് എത്തിയില്ലെങ്കിൽ ശരി, അവർ അത്യാവശ്യം നല്ല റേഞ്ചിലേക്ക് അവരെത്തി, റൈറ്റ്? അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ മുൻകൂട്ടി പറയണം. ഇപ്പോൾ ഈ ബാച്ചിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ 4th ബാച്ചിനെ കുറിച്ചാണ്, ഒരു കുട്ടീനെ പറ്റിയിട്ട്. 3rd ബാച്ചിലും ഇതേപോലെ ഒരാൾ, അവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണ്, പക്ഷേ എന്നാലും അവർക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ആളുകൾക്ക് ആ ഒരു എന്താ പറയുക, അവർക്ക് മാത്സിൻ്റെ സ്കില്ല് അവർക്ക് ഭയങ്കരമാണ്. അവർക്ക് ലാംഗ്വേജ് സ്കില്ല് കുറവാണ്. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. ഈ മാത്സും ലാംഗ്വേജും ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അന്തരം ഉണ്ടായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മാത്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലാംഗ്വേജ് എനിക്ക് വളരെ എളുപ്പമാണ്, റൈറ്റ്? സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. ചിലർക്ക് മാത്സ് നല്ല എളുപ്പമായിരിക്കും, ലാംഗ്വേജ് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ആൾക്ക് മാത്സിൽ നല്ല പുലിയാണ്, പക്ഷേ ഇംഗ്ലീഷ് 5 പൈസക്കില്ല എന്ന് പറഞ്ഞാൽ 5 പൈസക്കില്ല. ഞാൻ ഒരു കളിയാക്കി പറഞ്ഞല്ല, വളരെ കുറവായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ പക്ഷേ എന്താണ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് നല്ല താല്പര്യമാണ്, എക്സ്ട്രാ താല്പര്യം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ താല്പര്യം. അപ്പം ഞാൻ എന്ത് ചെയ്തു, എക്സ്ട്രാ താല്പര്യം കാണുകയും ചെയ്തു. എന്നാൽ മറ്റുള്ളവരുടെ അടുത്ത് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഗുണമായിട്ട്, അതിൻ്റെ ഒരു സംഭവമായിട്ട് ഞാൻ മനസ്സിലാക്കി, പിന്നീട് മറ്റുള്ളവരുടെ ഒപ്പം തന്നെ അയാൾ എത്തി എന്ന് പറഞ്ഞാൽ വളരെയധികം മാറ്റം അയാൾക്ക് വന്നു. ഏത് ടോപ്പിക് കൊടുത്താലും ഏത് ഇത് കൊടുത്താലും പറയുന്ന ലെവലിലേക്കൊക്കെ ആളെത്തി. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ്. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ 2-3 ക്ലാസ് കഴിഞ്ഞിട്ട് ഓക്കെ ഏകദേശമൊക്കെ എനിക്ക് പോകുന്നുണ്ട് എന്നൊക്കെയാണെങ്കിൽ അത് മതി, റൈറ്റ്? മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ പറഞ്ഞത് എത്ര നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് എന്നോട് പ്രത്യേകം പറയേണ്ടുള്ളൂ. ഈ ആളൊക്കെ അങ്ങനെ ആയിരുന്നു, എത്ര നോക്കിയിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവരെന്നെ ഞാൻ സ്പെഷ്യലായിട്ട് പരിഗണിച്ചു, അവർക്കൊപ്പം എത്താൻ പറ്റി എന്നാണ് ഞാൻ പറയണത്, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്കും എത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയണത്. പക്ഷെ എന്താണ്, താല്പര്യം വേണം, അതുപോലെ പറയണ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ആ ആളുടെ പ്രത്യേകത അതായിരുന്നു, പറയണ കാര്യം കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ, അപ്പോൾ ആൾക്ക് സ്പെഷ്യലായിട്ട് ഞാൻ കൊടുക്കണം. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് കൂടുതലൊന്നും കൊടുത്തില്ല, കുറച്ചേ കൊടുത്തുള്ളൂ. അപ്പോഴേക്കും ആൾ സെറ്റായി, ഓക്കെ? അപ്പോൾ അത് മുൻകൂട്ടി പറയണം, ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറയണം, റൈറ്റ്? അപ്പോൾ അതാണ് ഒരു കാര്യം. അല്ല, നിങ്ങൾ അത്യാവശ്യം മനസ്സിലാവുന്ന ആളാണ്,
കേട്ടാൽ മനസ്സിലാവും, ഒക്കെ അറിയാം. പക്ഷെ സംസാരിക്കാൻ മാത്രമാണ് പറ്റുന്നില്ല. പെട്ടെന്ന് സംസാരിക്കാൻ പറയുമ്പോൾ സാധനം കിട്ടുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു പേപ്പറും പേനയും തന്നാൽ ഞാൻ എഴുതി തരാം, എനിക്ക് ബാക്കിയുള്ളൊന്നും വിഷയമല്ല എന്നാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ സെറ്റാവും. റൈറ്റ്, മനസ്സിലായില്ലേ? റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും. ഇനി വേറെ കാര്യം, നമ്മൾ ഈ ലൈവ് ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ലൈവ് ക്ലാസ് കൂടുതലും ലൈവ് ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. ലൈവ് ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. കാരണം ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്താലേ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഇല്ലേ, ആ റിസൾട്ട് കിട്ടണമെങ്കിൽ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കണം. ഇനി ഒരു ക്ലാസ് മിസ്സാക്കിയാൽ തന്നെ അത് നല്ല മിസ്സിങ് ആവും. റൈറ്റ്. ഇനി അത്ര അർജൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു ക്ലാസ്സൊക്കെ മിസ്സാക്കാൻ പാടുള്ളൂ. റൈറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയി നേരം വൈകി 9:30 നമ്മളെ ക്ലാസ്, നിങ്ങൾ വീട്ടിലെത്തിയ 10 മണിക്കാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഇനി കയറി എന്താ വിചാരിക്കുക, സാറെന്താ വിചാരിക്കുക, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ 10 മണിക്കാണ് എത്തിയാൽ 10 മണിക്ക് കയറുക. 10:15 എത്തിയത് ഇനി 15 മിനിറ്റുള്ളൂ എന്ന് വിചാരിക്കണ്ട. ആ 15 മിനിറ്റ് ഉള്ളെങ്കിൽ 5 മിനിറ്റ് ഉള്ളെങ്കിൽ 5 മിനിറ്റെങ്കിലും കയറുക. പക്ഷേ നിങ്ങൾക്ക് ഞാൻ അറ്റൻഡൻസിൽ ഇത് അവിടെ മാർക്ക് ചെയ്യുമ്പോൾ ആബ്സെൻ്റ് എന്നോ വേറെ എന്തെങ്കിലും മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വെരി ലേറ്റ് എന്നോ മാർക്ക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. റൈറ്റ്. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, അതിൽ കിട്ടുന്ന കാര്യം ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അതെങ്കിലും കിട്ടുമല്ലോ, ബാക്കി നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കാര്യം ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നുള്ളൊരു കാര്യം അതൊരു വളരെ നിർബന്ധ ബുദ്ധിയോടെ കാണാം. കാരണം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായാലേ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, എൻ്റെ പ്രൊമോഷൻസ് കംപ്ലീറ്റ് നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് വെച്ചിട്ടാവും. നമ്മളെ വരുന്ന ആളുകളുടെ റിസൾട്ട് വെച്ചിട്ടേ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. നമ്മളെ ആളുകളുടെ റിസൾട്ട് വെച്ചിട്ടേ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളൂ. മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള അവർ പറയും നിങ്ങൾ വരൂ, സംസാരിച്ചില്ലെങ്കിൽ ഫീസ് തിരിച്ചു തരും എന്നൊക്കെ പറയുമ്പോഴും ഞാൻ അങ്ങനത്തെ ഒരു സംഭവമേ ചെയ്യാതെ എൻ്റെ നിർബന്ധ ബുദ്ധി ഇതാണ്. നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും, അത് ഞാൻ കാണിച്ചു കൊടുക്കും ആൾക്കാർക്ക്. നമ്മുടെ കുട്ടികൾ പറയുകയാണ്, അത് മലയാളത്തിൽ പറഞ്ഞത് ഞാൻ സാധാരണ കൊടുക്കാറില്ല. മലയാളത്തിൽ പറയണത് ഞാൻ കൊടുത്തിട്ടുള്ളത് എവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങളൊക്കെ മലയാളത്തിൻ്റെ കൊടുത്തുള്ള. ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് 5 ദിവസം 6 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പറയണം, മാഷേ ഞാൻ അത്ഭുതപ്പെട്ടുപോയി, എനിക്ക് എവിടെ നിന്നൊക്കെ വന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. സോ അവരും ഇതേപോലെ നന്നായിട്ട് എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ, എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു 5 ദിവസം 6 ദിവസം കൊണ്ടുള്ള ഒരു മാറ്റമൊക്കെ അവർക്ക് കിട്ടിയത്. അതൊക്കെയാണ് ഞാൻ മലയാളത്തിലുള്ളത് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മൾ മിനിമം 1 മന്ത് നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ അനുഭവം പറയുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൻ്റെ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ കുട്ടി അനുഭവം ഇംഗ്ലീഷിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി നിങ്ങൾ കേട്ടോളൂ, നമ്മളെ കുട്ടികൾ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കണം, 5ാം ക്ലാസ്സിൽ പഠിക്കണം, വേണ്ട 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നിൽക്കുന്നുണ്ട്. അവരൊക്കെ അനുഭവം ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല, പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ അവർ പറയും. ഇപ്പം ഞാൻ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലായിട്ടാണ്, 6 വയസ്സായിട്ടാണ്. അവൾ ഒരു ടോപ്പിക്കാണ് കൊടുക്കും, നമ്മളൊരു ടോപ്പിക്ക് ഇതിന്ന് ഇങ്ങനെ ഇതിന്ന് അവർ കൊടുത്തിരുന്ന ടോപ്പിക്കാണ് ആണത്. ഞാൻ പറയും എ പ്ലേസ് ഐ വാണ്ട് ടു വിസിറ്റ്, ടോക്ക് അബൌട്ട് എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങും. ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് എ പ്ലേസ് ഐ വാണ്ട് ടു വിസിറ്റ് ഡ്രീംലാൻഡ് ബിക്കോസ് ഡ്രീംലാൻഡ് ഈസ് വെരി ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. അവരതിനെക്കുറിച്ച് പറയും, ഞാൻ പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട, പക്ഷേ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടായിരിക്കും അവർ പറയാമെന്ന് മാത്രം. ഓക്കെ. പക്ഷേ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികളുടെ ഒരു പ്രത്യേകതയും കൂടി എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റാണ്. മാഷാ അല്ലാഹ്, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, നല്ല താല്പര്യമാണ്. ഇനി താല്പര്യത്തോടുള്ള ആളുകൾക്ക് മാത്രമേ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൂ കേട്ടോ, അത് വേറെ കാര്യം കേട്ടോ. താല്പര്യത്തോടെ വന്നവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ വീട്ടുകാരെ ഫോഴ്സിങ്ങിന് വന്ന ആളുകൾ 2-3 ആൾക്കാരുണ്ട്. 2-3 ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ കുടുംബം തന്നെ, ഞാൻ നിർബന്ധിച്ച് കൊടുന്നതാണ്. ഒരു മാറ്റം വരികയാണെങ്കിൽ മാറ്റം വന്നോട്ടെ എന്ന് എഴുതിയിട്ട്. പക്ഷെ എന്താ വെച്ചാൽ അവർ എൻ്റെ ഒരു കസിനാണ്, കസിൻ്റെ മകളാണ്. ആൾക്ക് കൊടുന്നു, പക്ഷെ ആൾക്ക് വലിയൊരു ഇതില്ല. അവർ മാമൻ എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുക, മനസ്സിലായില്ലേ? സോ അങ്ങനെയൊക്കെ ക്ലാസ്സിൽ വന്നിരുന്നാൽ ആർക്കും ഉപകാരം ഉണ്ടാവില്ല. റൈറ്റ്. എന്നാൽ ട്രൈ ഉണ്ടാവുക വെച്ചാൽ ട്രൈ ചെയ്യണമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു തീ ഇല്ല. ഉള്ളിൽ തീ ഉണ്ടെങ്കിൽ ഇതിന് മാറ്റം ഉണ്ടാവും, മനസ്സിലായില്ലേ? ഉള്ളിൽ തീ വേണം, എനിക്കിതിങ്ങനെ സെറ്റാക്കണം. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം ഇങ്ങനെ പറയും, ഇപ്പോൾ ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ ഞാൻ അങ്ങനെ പറയുക ചെയ്യുക, ഏതെങ്കിലുമൊക്കെ ടോപ്പിക് കുട്ടികളിങ്ങനെ പറയാം, സാറേ അടുത്ത ഞാൻ പറയാം, അടുത്ത അടിയായിരിക്കും, തല്ലിയിരിക്കും. സാറേ ഞാൻ പറയാം, ഞാൻ പറയാം അടിയായിരിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ കേട്ടോ, ചെറിയ കുട്ടികൾ നല്ല തല്ലായിരിക്കും. പ്രത്യേകിച്ച് ആ ഒരു 6-7 വയസ്സുള്ള 6, 7, 8, 9 പ്രായമുള്ള കുട്ടികളൊരു ബാച്ചുണ്ട്, അവർ അടിയായിരിക്കും. ഞാൻ വരാം. എനിക്ക് പിന്നെ ബഹളമായിരിക്കും. ഞാൻ എന്നിട്ട് ഇങ്ങനെ
പറയും മക്കളെ വിളിക്കാം മക്കളെ വിളിക്കാം മക്കളെ വിളിക്കാം എന്നിങ്ങനെ പറയണം. റൈറ്റ് ഗായ്സ് ഐ വിൽ കോൾ യു ഐ വിൽ കോൾ യു ഐ വിൽ കോൾ യു എന്നിങ്ങനെ പറയണം. എന്നാലേ അവർ നിർത്തുള്ളൂ. റൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ആ കുട്ടികൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറ്റും. മനസ്സിലായില്ലേ? ആ കുട്ടികൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറ്റും. ഞാൻ അവരെ കുറിച്ചിട്ട് ഇതാക്കിയിട്ടോ ഇതാക്കിയിട്ട് പറഞ്ഞതല്ല. മുതിർന്നവർ മോശം ഇവർ മോശം എന്നല്ല, കുട്ടികൾ നല്ലവരെന്നല്ല. കുട്ടികൾക്ക് ആ ഒരു താല്പര്യം കൊണ്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അതേ താല്പര്യം, അതിനേക്കാൾ താല്പര്യം കൊണ്ടാണല്ലോ നിങ്ങൾ വന്നുള്ളത്. കാരണം സമയം പോലും ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ വന്നിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരാണ്. പക്ഷെ ആ താല്പര്യം കാണിക്കണം. എവിടെയും കൂടെ എന്നറിയോ, ഞാൻ എക്സ്ട്രാ വർക്കുകൾ തരും. ഈ എക്സ്ട്രാ വർക്കുകൾ തരുമ്പോൾ അത് കുറച്ച് താല്പര്യത്തോടെ ചെയ്യുക. ഓക്കെ, നമ്മൾ ലൈവ് ക്ലാസ്സിൻ്റെ പുറമെ വേറെ കുറച്ച് കാര്യങ്ങൾ തരും. അത് ആക്ടിവിറ്റീസാണ്. ഞാൻ കാണുന്നില്ല. നിങ്ങൾ വന്നിട്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ചെയ്തോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഗോഡ് വില്ലിങ് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. റൈറ്റ്, ഓഫ് കോഴ്സ് നല്ല മാറ്റം ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് ചെയ്യണം. ഞാൻ പറഞ്ഞു തരുന്ന ഡെയിലി ഇങ്ങനെ ഓരോ കുറച്ച് കാര്യങ്ങൾ തരും. ഇത് ഇന്ന് ചെയ്യേണ്ട മിറർ പ്രാക്ടീസിങ് ആണ് അതെന്ന് പറഞ്ഞാൽ ആ മിറർ പ്രാക്ടീസ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. റൈറ്റ്. പക്ഷെ ഞാൻ നിങ്ങളെ ചീത്ത അറിയ കളിയാക്കി ഇതൊന്നുമില്ല. അപ്പോൾ നോക്കുക, നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് ആളുകൾ ലീവായാൽ ഞാൻ വളരെ ചില ആളുകൾക്ക് മാത്രം മെസ്സേജ് അയക്കും. വളരെ ക്ലോസ് ആയിട്ടുള്ള ചില എന്താ വരാത്ത എന്താ ഇതായത് എന്നുള്ള രീതിയിൽ ഞാൻ മെസ്സേജ് അയക്കും. അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കില്ല. എന്താ വരാത്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് അയക്കില്ല. അത് ഇറ്റ്സ് അപ് ടു യു, അത്രയേ ഉള്ളൂ. റൈറ്റ്. ഇനി ചില ആളുകളുണ്ട്, അവർ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരും, നല്ല ഇൻട്രസ്റ്റും ഉണ്ട്. അവർ ഒരു ദിവസം 2 ദിവസം 3 ദിവസം ലീവായി ഞാൻ ചോദിക്കും, മെസ്സേജ് അയക്കും, എന്താ വരാത്തത് എന്നുള്ള. കാരണം എന്തെങ്കിലും അത്യാവശ്യമായിട്ടായിരിക്കും വരാതിരുന്നുണ്ടാവുക. കാരണം അത്രയും താല്പര്യത്തോടെയാണ് ക്ലാസ്സിൽ വരുന്നത് എന്നുള്ളതാണ്. ഞാൻ പറയണതൊന്നുമല്ല ഗൈസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യം എത്രയാണോ അത്രത്തോളം തന്നെ എൻ്റെ ആവശ്യമാണ്. മനസ്സിലായില്ലേ? എത്രത്തോളം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ മാക്സിമം വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? ഞാൻ മാക്സിമം വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ എത്രത്തോളം വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ അങ്ങനെ ഇതാക്കിയിട്ട് പറഞ്ഞതല്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഷെഡ്യൂൾ ഞാൻ പറയാം. എൻ്റെ ലൈവ് ക്ലാസ് തുടങ്ങുന്ന 5:30 5:30 to 6:30. പിന്നെ 6:30 എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7:15 7:30 അടുത്ത ക്ലാസ് തുടങ്ങും. 7:30 to 8:30 8:30 to 9:30 പിന്നെ 9:30 ഈ ലൈവ് ക്ലാസ് 9:30 to 10:30. ഇങ്ങനെ ഇത്രയും ഷെഡ്യൂളാണ്. ഉച്ചയ്ക്ക് വേറെ ക്ലാസ് ഉണ്ട് 2:30 to 3:30. റൈറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും PSC യൂട്യൂബ് ക്ലാസ് ഉണ്ടെങ്കിൽ 4 മണിക്ക് ആ ക്ലാസ് ഇടും. 4 to 4:30 അല്ലെങ്കിൽ 4:30 to 5 മോർണിംഗിൽ വേറെ ക്ലാസ് ഉണ്ട്. സോ ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാം, ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ആളുകളിൽ കഴിഞ്ഞു പോയിട്ടുള്ള ബാച്ചിലുള്ള ആളുകൾ നിങ്ങളെപ്പോലെ, അതായത് നമ്മളെ മാംഗോ ബാച്ചിലുള്ള ആളുകൾ, അതിലെനിക്ക് തോന്നുന്നതാണ് ആൾ നല്ല ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ ആൾക്കൊന്നും കൂടെ ഒരു പുഷ് വേണം എന്ന് തോന്നിയാൽ ഞങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ക്ലാസ് അതിൻ്റെ ഇടയിലും കൊടുക്കുന്നുണ്ട്. റൈറ്റ്. ഞാൻ നിങ്ങൾക്കും തരും. എനിക്ക് തോന്നണം നിങ്ങൾ അത്രയും എക്സ്ട്രാ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. റൈറ്റ്. അപ്പോൾ അവർക്ക് എക്സ്ട്രാ കൊടുക്കും തന്നെ ചെയ്യും. ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും, ഉറപ്പായിട്ട് തരും തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങൾ എക്സ്ട്രാ ഒരു എഫേർട്ട് എനിക്ക് നിങ്ങളിതിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ 100% തരികയാണെങ്കിൽ ഞാൻ 200% തരും. മനസ്സിലായി? തിരിച്ചാൻ തരും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഗൈസ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ വായിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിൽ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു പാരഗ്രാഫിൽ ഇത്രയേ പറഞ്ഞുള്ളൂ. എന്താ സംഭവം എന്നറിയോ? ആ പാരഗ്രാഫിൽ പറഞ്ഞതാണ്, നിങ്ങളിപ്പോൾ സൈക്കിൾ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ബുക്ക് വായിച്ചിട്ട് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ലല്ലോ. സൈക്കിളിൻ്റെ മുകളിൽ കയറിയിരിക്കണം, ചവിട്ടണം, വീഴണം, എന്നാലൊക്കെ സൈക്കിളോട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നീന്തണം എന്നുണ്ടെങ്കിൽ ബുക്ക് നോക്കിയിട്ടോ വീഡിയോ കണ്ടിട്ടോ നീന്തൽ പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. വെള്ളത്തിൽ ഇറങ്ങണം, വെള്ളം കുടിക്കും, മുങ്ങും, കുറേയൊക്കെ വെള്ളം കുടിക്കും, ബുദ്ധിമുട്ടും, എന്നിട്ടേ നീന്തൽ പഠിക്കുള്ളൂ. അപ്പോൾ ഒരു പ്രവൃത്തി നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത് തുടങ്ങിയാലേ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷ് ഇപ്പോൾ നമ്മൾ സൈക്കിൾ ഓട്ടാൻ പഠിക്കുമ്പോൾ വീഴും എന്ന് പറഞ്ഞ പോലെ തന്നെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വിൽക്കും സ്വാഭാവികമാണ്. നിങ്ങൾ ആ വിൽക്കൽ പേടിച്ചിട്ടോ മറ്റുള്ളവർ കളിയാക്കുന്ന പേടിച്ചിട്ടോ സംസാരിക്കാതിരുന്നാൽ നിങ്ങൾ ജീവിതത്തിൽ സംസാരിക്കില്ല. ഏതുപോലെ നിങ്ങൾ സൈക്കിൾ ഓട്ടാൻ പഠിക്കുമ്പോൾ വീഴുന്നത് ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ സൈക്കിളുമേലേ കയറാതിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ സൈക്കിളോട്ട് പഠിക്കില്ല. നിങ്ങൾ വെള്ളം കുടിക്കുന്നത് നീന്തുമ്പോൾ വെള്ളം കുടിക്കും, നിങ്ങളാ വെള്ളം കുടിക്കുന്നത് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് വെള്ളത്തിൽ ഇറങ്ങാതിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നീന്തൽ പഠിക്കില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയാൽ വിക്കലുണ്ടാവും, വിറക്കലുണ്ടാവും, വാക്കുകൾ കിട്ടില്ല. അല്ലെങ്കിൽ ആളുകൾ ചിലപ്പോൾ ഇവിടെ കളിയാക്കൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇനി പുറമേലൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ കളിയാക്കും. റൈറ്റ്. അതൊക്കെ സഹിക്കേണ്ടി വരും. അതൊക്കെ വീഴ്ചയും വെള്ളം കുടിക്കലൊക്കെ പോലെയാണ്. മനസ്സിലായില്ലേ? പക്ഷേ കുറച്ചാണ്ട് കഴിഞ്ഞാലോ സൈക്കിളോട്ട് പഠിച്ച പോലെയാണ്. പിന്നെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് പോവാം.
മനസ്സിലായില്ലേ? നീന്തൽ പഠിച്ച പോലെയാണ്, വളരെ സ്മൂത്തായിട്ട് പോവുക. പിന്നെ ഒരു സ്റ്റേജ് ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള സ്കില്ല് കൂട്ടലാണ്. ഇപ്പോൾ സൈക്കിളോട്ട് ബേസിക് ആയിട്ടുള്ള പഠിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട് വെക്കാനും ബാക്ക് വെക്കാനും അതൊക്കെ നിങ്ങളെ കഴിവ്, നിങ്ങളെ എക്സ്ട്രാ വർക്ക് എടുത്തിട്ട് ചെയ്യണം. ഞാൻ നിങ്ങളെ സൈക്കിളിന്മേൽ ജസ്റ്റ് ഇങ്ങനെ ചവിട്ടാൻ പഠിപ്പിച്ചു തരും. ബാക്കി നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത് നിങ്ങളാണ്. റൈറ്റ്, ഫ്രണ്ട് വെക്കൽ പഠിക്കാനോ ബാക്ക് വെക്കൽ പഠിക്കാനൊക്കെ നിങ്ങൾ ചെയ്യുക. മനസ്സിലായില്ലേ? അത് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുക. ഞാൻ നിങ്ങളിവിടെ വന്നത് സൈക്കിളോട്ട് പഠിപ്പിച്ചു തരും, ബേസിക്കായിട്ട് നീന്തൽ പഠിപ്പിച്ചു തരും. കൂളി ഇടാനൊക്കെ പിന്നീട് നിങ്ങൾ പഠിക്കുക, മലർന്നിട്ട് മുകളിൽ നിന്ന് ചാടാനൊക്കെ പിന്നീട് നിങ്ങൾ പഠിക്കുക. മനസ്സിലായില്ലേ? പറഞ്ഞതിൻ്റെ അത് അർത്ഥം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ബേസിക്കായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും ക്ലാസ് കഴിയുമ്പോൾ. ബാക്കി എക്സ്ട്രാ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. മനസ്സിലായല്ലോ? റൈറ്റ്, ഓക്കെ. എക്സ്ട്രാ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ അതൊരു ബഹറാണെന്ന് നമുക്ക് അറിയണമല്ലേ. നിങ്ങൾ സംസാരിക്കും, വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ സംസാരിക്കും, എന്ത് കിട്ടിയാലും നിങ്ങൾ സംസാരിക്കും, ആ ലെവലെത്തും കേട്ടോ. റൈറ്റ്, അത്രേ ഇപ്പോൾ പറയണുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ, മിസ്റ്റേക്സ് വരുത്തുക കേട്ടോ മക്കളെ. മക്കൾ തന്നെ ഞാൻ കുട്ടികളെ പഠിപ്പിച്ച് മക്കളെ അറിയാതെ വരും കേട്ടോ ഇടക്കിടക്ക് ഒക്കെ. അപ്പോൾ മിസ്റ്റേക്സ് വരുത്തുക. മിസ്റ്റേക്സ് ഒന്നും വിചാരിക്കണ്ട, എന്ത് ഇതാണെന്നുള്ളതൊന്നും വിചാരിക്കണ്ട. മിസ്റ്റേക്സ് വരുത്തുക. ഓക്കെ, നമുക്ക് മാക്സിമം 1 hour ഉണ്ടാവുക കേട്ടോ. 1 hour ഉണ്ടാവുക ലൈവ് ക്ലാസ്. ഇനി ഇതിൻ്റെ പുറമെ 1 hour എവിടുന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ബിയോണ്ട് ലൈവും 1 hour നിങ്ങൾ കണ്ടെത്തണം. ശരിക്കും നമ്മൾ 1 hour ലൈവ് ക്ലാസ്സും ഒരു 1 hour നിങ്ങൾ പുറമേലും നിങ്ങൾ കണ്ടെത്തണം. മനസ്സിലായില്ലേ? ഏറ്റവും ചുരുങ്ങിയ 15 മിനിറ്റെങ്കിലും നമ്മൾ ലൈവ് ക്ലാസ്സിൻ്റെ പുറമെ നിങ്ങൾ കണ്ടെത്തണം. 15 മിനിറ്റെങ്കിലും ലൈവ് ക്ലാസ്സിൻ്റെ പുറമെ കണ്ടെത്തണം, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഞാൻ മുൻകൂട്ടി പറയണം ഗൈസ്, മുൻകൂട്ടി പറയാണ്. നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ പുറമെ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് നമ്മൾ പറയുന്ന വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. റൈറ്റ്, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളതല്ല, ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റമുണ്ട്. ആ ഒരു മാറ്റത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 15 മിനിറ്റെങ്കിലും മാക്സിമം മിനിമം നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ വാട്സപ്പിൽ നിങ്ങൾ കുറച്ച് വർക്കുകളൊക്കെ തരും, അത് കൃത്യമായിട്ട് ചെയ്തിട്ട് വിടുക. ഓക്കെ, അത് കൃത്യമായിട്ട് ചെയ്തിട്ട് വിടുക. റെക്കോർഡർ ക്ലാസ് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം, അല്ലാതെ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. റെക്കോർഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അറിയാം, പിന്നെ എന്നും റെക്കോർഡർ ക്ലാസ് വേണ്ടി വരും. പിന്നെ എന്നും ചില ആളുകൾ റെക്കോർഡർ ക്ലാസ് മാത്രമായിട്ട് കാണും. ഇത് PSC ക്ലാസ് അല്ല. PSC ക്ലാസ് ആണെങ്കിൽ റെക്കോർഡർ ക്ലാസ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇത് പ്രാക്ടീസിങ് കൂടുതൽ, നമ്മുടെ ക്ലാസ്സിൽ പ്രാക്ടീസിങ് കൂടുതൽ. അപ്പോൾ പ്രാക്ടീസിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇരുന്നില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് റെക്കോർഡ് ക്ലാസ് ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത്. പക്ഷേ റെക്കോർഡ് ക്ലാസ് കൊടുക്കും. എങ്ങനെയാണ് നിങ്ങൾ പറയണം, ഒന്നെങ്കിൽ ഗ്രൂപ്പിലോ, നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിൽ നന്നായി. കാരണം പേഴ്സണലിനേക്കാളും നല്ല ഗ്രൂപ്പിൽ ഇടണം. മാഷെ ഞാൻ ഉണ്ടാവില്ല, ഐ കാണ്ട് അറ്റൻഡ് ടുഡേയ്സ് ക്ലാസ്, എനിക്കിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, വിൽ യു പ്ലീസ് ഷെയർ ദി റെക്കോർഡർ ക്ലാസ്, ഒന്ന് റെക്കോർഡർ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യാവോ എന്ന് ചോദിച്ചാൽ ഐ വിൽ ഷെയർ ദ റെക്കോർഡർ ക്ലാസ്. ഓക്കെ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാത്രമേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഭാഗം ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരും കേട്ടോ. റൈറ്റ്, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രം, ഒരാളും ആവശ്യപ്പെട്ടില്ലേ ഞാൻ ഷെയർ ചെയ്യില്ല. റൈറ്റ്, പ്രത്യേകം മനസ്സിലാക്കണേ. ഓക്കെ, അപ്പോൾ റെക്കോർഡർ ക്ലാസ് ഇനി ശ്രദ്ധിക്കുക. ടൈം എപ്പോഴാണെന്നുള്ളതാണ്. ടൈം നമുക്ക് ഇപ്പോൾ സമയം 9:30 ഇപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ് 9:30 നടക്കുന്നത് കേട്ടോ. റൈറ്റ്, 9:30 ലൈവ് ക്ലാസ് ഉണ്ടാവുക. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗുയിസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ഗൈസ്, നമുക്ക് പരിചയപ്പെട്ടുള്ളതൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സിൽ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇരുന്നാണ്. ഗുയിസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ.